ഞങ്ങളുടെ കല്യാണം നടക്കില്ലെന്ന് നിങ്ങൾ ശക്തമായി വിശ്വസിക്കുന്നുണ്ടല്ലേ? അത് പിന്നെ മോനെ, നെഗറ്റീവ് പറയുന്നേ? അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറ. ഇപ്പൊ തന്നെ പോയി അവനെ ഇറക്കിക്കൊണ്ട് വരാം. അങ്ങനെയൊന്നും ചെയ്യല്ലേ മോനെ. നിങ്ങൾ പറഞ്ഞത് കേട്ടിട്ട് എന്റെ മനസ്സ് കിടന്ന് എരിയുന്നുണ്ട്. അത് ഞങ്ങൾ അറിയാതെ വായിന്ന് വീണ് പോയതാ, ഒന്നും തോന്നല്ലേ അളിയാ. അവനിയായിട്ടുള്ള എന്റെ കല്യാണം നടന്നില്ലെങ്കിൽ നശിപ്പിച്ചു കളയും ഞാൻ, കത്തിച്ചു കളയും ഞാനെല്ലാം. വേണ്ട, സ്വപ്നത്തിൽ പോലും ഇത്തരം ചിന്തകൾ ഇനി ഉണ്ടാവരുത്. ഓക്കെ? പറ്റിയ തെറ്റ് രണ്ടുപേരും അംഗീകരിച്ചോ? അംഗീകരിച്ചോ ചേട്ടാ? ഗുഡ്. ഇനിയിപ്പോ എരിച്ചിൽ മാറാൻ മിനിമം 10 ബിയർ കുടിക്കണം. കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞതിനാ ഇവൻ 10 ബീർ കുടിക്കണമെന്ന് പറഞ്ഞ. അപ്പൊ പിന്നെ ഇത് നടന്നില്ലെങ്കിലോ? ഒരു ബീവറേജ് മൊത്തം കാലിയാക്കുമല്ലോ. എത്ര പേരെ കൊല്ലുവോ എന്തോ. ആ പറഞ്ഞത് സത്യം. ഞാൻ കൊന്നു തള്ളി തുടങ്ങിയ അതിന്റെ തുടക്കം ഇവിടെ നിന്നാകും. ഇത് ചതിയാണ്, വളരെ വലിയ ചതി. കാര്യങ്ങളൊക്കെ അറിഞ്ഞു വന്നപ്പോഴേ എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. മുതിർന്നവരാ, നിങ്ങളെങ്ങനെ സഹിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചേച്ചി, 4 BP ടാബ്ലറ്റ്സും അറ്റാക്ക് വരാതിരിക്കാനുള്ള ടാബ്ലറ്റ്സും എടുത്ത് റെഡിയാക്കി വെച്ചു. അച്ഛനും അമ്മയ്ക്കും എപ്പോ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല. അതാ ഇപ്പൊ സിറ്റുവേഷൻ. പാസ്റ്റില് നിങ്ങൾ ഒരുപാട് തവണ ആവര് ചെയ്ത തെറ്റുകൾ ക്ഷമിച്ചിട്ടുണ്ട്. പക്ഷെ ഇത്തവണ അങ്ങനെ ആവരുത്. നിങ്ങളുടെ അനന്തരവളെ പോലെ ആസ്തിക്ക് വേണ്ടിയാ ആവനി പോയി ഒപ്പിട്ടതെന്ന് വ്യക്തമായി മനസ്സിലായി. ആവിനിയെ കുറിച്ച് എനിക്ക് വളരെ നല്ല അഭിപ്രായമായിരുന്നു. അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. എന്തുപറ്റി? എന്താ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നേ? എവിടുന്ന് നീ വരുന്നത്? നീ എവിടുന്നാ വരുന്നതെന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ നമ്മുടെ സുജാത ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ വരുന്നത്. നീ എന്തിനാ അങ്ങോട്ട് പോയത്? എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഞാൻ ഇടയ്ക്ക് പോവാറുള്ളതാണല്ലോ. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നത് ആന്റി? പുതിയ കുറച്ച് കാര്യങ്ങൾ അറിയുമ്പോ ഇങ്ങനെയൊക്കെയല്ലേ ചോദിക്കാൻ പറ്റൂ. സ്വത്തൊക്കെ പേരിലേക്ക് മാറ്റിയോ? സ്വത്തോ? ഏത് സ്വത്താണെങ്കിൽ? അവന് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലും സീരിയസ് ആയിട്ടാ കോമഡി ചെയ്യുന്നേ. നിങ്ങൾ എന്തിനെ കുറിച്ചാ സംസാരിക്കുന്നേന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വായടക്കാൻ 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 വായടക്കാൻ. ഇനിയും കളവ് പറയാൻ ശ്രമിക്കരുത്. വെറുതെ നാടകം കളിക്കരുത്. നീ ഞങ്ങളോട് കാണിക്കുന്ന ചതിയെക്കുറിച്ചും വിശ്വാസവഞ്ചനയെക്കുറിച്ചും അറിയില്ലെന്ന് കരുതിയോ? ചേച്ചി, അവന് ചെയ്ത കാര്യങ്ങൾ ചേച്ചി ഒന്ന് കാണിച്ചു കൊടുക്ക്.
ഒരു ഗ്രാമത്തിലെ കള്ളിയുടെ കഥ. കണ്ടോളൂ സിസ്റ്റർ, ഓണാക്ക്. അവരുടെ പേര് സുജാത. ഇത് ആവനി, സുജാ ചേച്ചിയുടെ അനിയത്തി. ഇതിന് എന്ത് മറുപടിയാ നിനക്ക് പറയാനുള്ളത്? ഇനി എന്തു പറയാനാ അച്ഛാ? ആവനി സുജാതയുടെ ആരാണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായില്ലേ? ഞാൻ സമ്മതിക്കില്ല. ഞാനിതിൽ വസന്തയുടെ കൂടെയാ. ഈ സ്വത്തൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടി ഈ ആവനി നമ്മളെല്ലാം ചതിക്കുന്നതാ. അവനി, നീ ശരിക്കും എന്റെ അനന്തരവളായിരുന്നെങ്കിൽ നീ ഇത്രയും തരം താഴില്ല. സുജാതയുടെ അനിയത്തിയുടെ സ്ഥാനത്ത് എന്തിനാ നീ ഒപ്പിട്ടത്? സുജാതയെ നീ പറഞ്ഞു മയക്കിയതാണോ? എന്തിനു നീ ഇങ്ങനെ ചെയ്തത്? ശരിക്കും നീ ആരാ? നീ ആരാണെന്ന് നിന്നോട് ചോദിച്ചേ. നിനക്കെന്താ നാവില്ലേ? നിനക്ക് മറുപടി പറയാനില്ലേ? പറ. അതെ, ഞാൻ നിങ്ങളുടെ അനന്തരവളാണ്. ഞാൻ നിങ്ങളുടെ അനന്തരവളാണ്. ഞാൻ നിങ്ങളുടെ അനന്തരവളാണ്. നിങ്ങൾ കണ്ട തെളിവെല്ലാം സത്യം. നിങ്ങൾ കേട്ടത് സത്യം. ഞാൻ സുജാതയുടെ ഫ്രണ്ടൊന്നുമല്ല. സുജാതയുടെ സ്വന്തം അനിയത്തിയാ. സുജാതയുടെ സ്വന്തം അനിയത്തിയാ. സുജാതയുടെ സ്വന്തം അനിയത്തിയാ. കാര്യങ്ങൾ ഇത്രയ്ക്കൊക്കെ എത്തിയ സ്ഥിതിക്ക് ഇനി കളവ് പറയാൻ വയ്യ. പറഞ്ഞ് രക്ഷപ്പെടാനും വയ്യ. ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കണം. കളവാണിത്. ഈ പറഞ്ഞത് കളവല്ല, ഇത് സത്യം. ഇതാണ് സത്യം. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് ദൈവത്തിന്റെ മേൽ സത്യം ചെയ്ത് പറയാൻ ഞാൻ. എന്തിന് ഇത്രയും കാലം മറച്ചു വെച്ചേ? മറച്ചു വെക്കേണ്ട അവസ്ഥയിലായതുകൊണ്ട്. എന്താ ആ പറഞ്ഞ അവസ്ഥ? അത് കാലം പുറത്തു കാണിക്കും. ഇനിയും നിന്റെ നാടകം വേണ്ട. നാടകം കളിക്കാത്ത മനുഷ്യർ ആരാ ഇവിടെ ഉള്ളത്? ഇങ്ങനൊരു നാടകം ഇവിടെ ആരും കളിക്കുന്നില്ല. അവനവനെ കുറിച്ച് ആരും അറിയാത്തിടത്തോളം കാലം എല്ലാവരും നല്ലവരാ. നീ ചെയ്തത് ചോദ്യം ചെയ്യുമ്പോ ഞങ്ങളെ കുറ്റം പറയുകയാണോ? ഞാൻ സത്യങ്ങളാണ് ഈ പറയുന്നതെല്ലാം. എന്റെ തലവരെ മറ്റൊന്നായതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നതെല്ലാം കേൾക്കുന്നത്. മോൾ ഉള്ളതെല്ലാം ന്യായീകരിച്ച് ഉള്ളതില്ലെന്നും ഇല്ലാത്തതുണ്ടെന്നും ന്യായീകരിക്കല്ലേ. അടി കൊള്ളുന്നവർക്കല്ലേ മുറിവിന്റെ വേദന നന്നായി മനസ്സിലാക്കാൻ കഴിയൂ. ഇവിടെ അടിച്ചത് നീയും നിന്റെ ചേച്ചിയുമാ. വിശ്വാസം തകർത്തത് നീയും നിന്റെ ചേച്ചിയും. അപ്പ വേദനിക്കേണ്ടതാരാ? വേദന അനുഭവിക്കുന്നവര് ഞങ്ങളാ, അല്ലാതെ നിങ്ങളല്ല. അത് നീ എന്ന് തുടങ്ങിയതാ? എത്രയോ വർഷങ്ങളായിട്ട്. മറ്റൊരാളുടെ നല്ലത് ഞങ്ങൾ ആഗ്രഹിക്കാറുള്ളൂ, സങ്കടം ആഗ്രഹിക്കാറില്ല. അങ്ങനെയുള്ള ഒരാളായിരുന്നെങ്കിൽ നിന്നെ പോലുള്ള ഒരാൾക്ക് ആശ്രയം തരുന്നത് എന്തിനാ? എനിക്ക് ആശ്രയങ്ങൾ തന്നവരോട് ഞാൻ കളവ് പറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോ. പക്ഷെ ആരും ചതിച്ചിട്ടില്ല. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങൾക്കറിയാൻ കഴിയാത്തത്രേ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്രേ. അവൾ എന്നെ കൊച്ചാക്കി പറഞ്ഞു കണ്ടോ? നിങ്ങളെ മാത്രമല്ല, എല്ലാരെയും കൂടിയാ പറഞ്ഞേ. എന്റെ അടുത്ത് നാടകം കളിക്കുന്നു. നിന്നെ വേദവതി അമ്മേ,
ആഹാ, സ്വിച്ച് ഇട്ട ബൾബ് കത്തുന്നത് പോലെ ഇവിടെ എന്ത് നടന്നാലും അതൊക്കെ അപ്പൊ തന്നെ സുജാത അറിയും. ആവനി പറഞ്ഞതൊന്നും കള്ളമല്ല. ആവനി തന്നെ എന്റെ അനിയത്തി, എന്റെ കൂടെ പിറന്ന എന്റെ സ്വന്തം അനിയത്തി. നിങ്ങളുടെ അനിയത്തി സുഭദ്രയ്ക്കും നിങ്ങളുടെ അനിയൻ ത്രിനാഥ റാവുവിന് ജനിച്ച മൂത്ത മകള് സുജാതയാണെങ്കിൽ അവരുടെ രണ്ടാമത്തെ മോളുടെ പേര് ആവനി. ഇത്രയും കാലം നിങ്ങൾ ചോദിച്ചിട്ടും ഞാൻ പറഞ്ഞിട്ടില്ലാത്ത എന്റെ അനിയത്തിയ നിങ്ങളുടെ കൺമുന്നിൽ നിൽക്കുന്ന ഈ ആവനി. നിങ്ങളുടെ ആസ്തി ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, നിങ്ങളുടെ സ്വത്ത് ഞങ്ങൾ തട്ടിയെടുത്തിട്ടുമില്ല. ചതി, വഞ്ചന എന്നൊക്കെ വലിയ വലിയ വാക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അതാണ് പ്രാധാന്യമെങ്കിൽ എന്റെ അനിയത്തിയെ കുറിച്ച് ഇതുവരെ നിങ്ങളോട് മറച്ചു വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. 5 കോടിയുടെ ആസ്തിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ എന്റെ പുറകെ വന്നപ്പോ ഞാൻ എന്തിനാ വേണ്ടെന്ന് വെച്ചത്? അവളെ ഞങ്ങൾക്കൊന്ന് കാണിച്ചതാ. നിന്റെ അനിയത്തിയുടെ പേരും വിവരങ്ങളും ഒക്കെ ഞങ്ങളോടൊന്ന് പറയൂന്ന് കുറെ ചോദിച്ചിരുന്നല്ലോ. ഇപ്പൊ അവള് നിങ്ങളുടെ കൺമുന്നിലുണ്ട്. എന്ത് ചെയ്യും നിങ്ങള്? പട്ടാഭിഷേകം നടത്തുവോ? അല്ലെന്റെ വല്യമ്മാവ, അനന്തരവൾ ആരാണെന്ന് അറിയാൻ ഒരുപാട് നിങ്ങൾ ശ്രമിച്ചിരുന്നല്ലോ. സത്യം അറിഞ്ഞതിന് ശേഷം നിങ്ങൾ സ്വീകരിക്കുന്ന വിധം ഇതായിരുന്നോ? നീ സത്യങ്ങളൊക്കെ പറഞ്ഞു, നന്നായിട്ടുണ്ട്. കുറച്ചു സമയം നീതിഭദ്രമായി കാര്യങ്ങളൊക്കെ കൊണ്ട് സംസാരിക്കാം. നിന്റെ അനിയത്തി വീട്ടില് ഏതോ മുരളിയുടെ അനിയത്തിയായിട്ട് നിൽക്കുന്ന എന്തിനാ? ബന്ധുത്വവും രക്തബന്ധവുമുള്ള ഈ ബന്ധങ്ങളെല്ലാം വേണ്ടെന്ന് വെച്ച് ഏതോ ഒരാളുടെ അനിയത്തിയായി എന്റെ വീട്ടിൽ ഇത്രയും ദിവസം നാടകം കളിച്ച് നിന്ന എന്തിനാ? അതിന്റെ ആവശ്യം എന്താ? ആവശ്യങ്ങളെക്കാളും അവസ്ഥകൾ ചിലപ്പോ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കും. അല്ലെങ്കിൽ നീ പറയുന്ന ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ല. നീ അസത്യങ്ങൾ മറച്ചുവെച്ച് അനർത്ഥങ്ങൾക്ക് കാരണമായത്. ഇവര് നമ്മളോടൊക്കെ എന്തോ രഹസ്യം മറച്ചു വെക്കുന്നുണ്ട് അമ്മേ. നിങ്ങളുടെ മൂത്ത മകനുമായിട്ടുള്ള കല്യാണം നടത്താത്തതിന്റെ പകയാ അവർക്ക്. അതുകൊണ്ടാ ഈ കുടുംബത്തെ നശിപ്പിക്കാൻ വേണ്ടി ആവനിയെ പോലൊരു പാമ്പിനെ അയച്ചത്. നീ 100 സർപ്പങ്ങൾക്ക് സമമാണ്. നിനക്ക് എന്റെ അനിയത്തിയെ പാമ്പെന്ന് വിളിക്കാൻ എന്താ അർഹതയുള്ളത്? കാരണമില്ലാതെ ഈ നാടകമൊക്കെ എന്തിനായിരുന്നു? നാടകം കളിച്ച് നിങ്ങളെ തോപ്പിക്കാൻ ആർക്കാ കഴിയാ? കണ്ടില്ലേ വിവരമുള്ളതുപോലെ സംസാരിക്കുന്നത്? നിന്റെയൊക്കെ അത്ര വിവരം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ പോലെ ഈ വീടിനെ ആശ്രയിച്ച് ഞാനും കഴിഞ്ഞേനെ. 4 വീട്ടിലെ അടുക്കള നോക്കേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടാവില്ലായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് പുറത്തു വരാനുള്ള ഉദ്ദേശത്തോടു കൂടിയാ നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ? നല്ല പഠിപ്പും പഠിച്ച് നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവനല്ലേ നീ. നീയോ ഇത്രയ്ക്ക് തരം താഴരുത്. കണ്ടില്ലേ എല്ലാവരുടെയും വാ താഴിട്ട് പൂട്ടുന്നത്. ചെറിയ കുട്ടിയാ നീ. നിന്നോട് ഞാൻ മറുപടി പറയേണ്ട ആവശ്യമുണ്ടോ? എന്റെ അമ്മോ ദൈവമേ, മഗധീരയിലെ രാംചരണിനെ പോലെ 100 പേര് വന്നാലും അവരോട് പോരാടുമല്ലോ. ശരി, നീ ഇത്രയൊക്കെ പറയുന്നുണ്ടല്ലോ. എനിക്ക് ചോദിക്കാനുള്ള അടുത്ത ചോദ്യത്തിനുള്ള മറുപടി പറ. എത്ര പേര് വന്നാലും എത്ര ചോദ്യങ്ങളുമായിട്ട് വന്നാലും മറുപടി പറയാൻ എനിക്ക് പറ്റും. ചോദിച്ചോളൂ. നിന്റെ അനിയത്തി വലിയ വീട്ടിലെ മരുമകളാന്ന് പറഞ്ഞില്ലേ? അതേത് വീട്ടിലെയാ? ആരാ നിന്റെ അനിയത്തിയുടെ ഭർത്താവ്? അവിടെ തട്ടി ഇവിടെ തട്ടി അവസാനം കല്യാണക്കാര്യം വരെ എത്തിയല്ലോ.
ഈ സുജാത ഇതിനു മുമ്പ് സത്യം പറയാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. ഈ ഇമോഷണലിന്റെ ഇടയ്ക്ക് പറഞ്ഞു കളയോ ഇനി? നിന്റെ അനിയത്തി വലിയ വീട്ടിലെ മരുമകളാണേൽ ഈ വീട്ടിലെ അതിഥിയായിട്ട് കഴിയേണ്ട ആവശ്യം എന്താ? മെച്ചപ്പെട്ട ജീവിതമെന്ന് ഒരുപാട് തവണ പറഞ്ഞു. അങ്ങനെയുള്ളപ്പോ ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു അഭിനയത്തിന്റെ കാര്യം ഉണ്ടായിരുന്നോ? അയ്യടയ്യടയ്യടാ, അത് കറക്റ്റ് പോയിന്റാ പറഞ്ഞ. അവരെ നിങ്ങൾ ഞെട്ടിച്ചല്ലോ അച്ഛാ. ഇനി കറക്റ്റ് ഇതിന്റെ മറുപടി പറ. ഇത്രയും കാര്യങ്ങളില് കളവുകൾ പറഞ്ഞ ആൾക്കാര് ആ വിഷയത്തിലും പറയുന്നത് കളവായിരിക്കുമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൂടെ? എന്തിനാ കുത്തി കുത്തി ചോദിക്കുന്നത്? ചോദിക്കാതെ വെറുതെ വിടണോ? ഇതെന്താ ചെറിയ കാര്യമാണോ? ചിലപ്പോ ആവില്ലായിരിക്കും. പക്ഷേ ചോദിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ? അതിനും എന്തെങ്കിലും ഒരു കളവ് പറഞ്ഞവര് രക്ഷപ്പെടും. അതും സത്യം തന്നെയാ. ഇത്രയ്ക്ക് തരം താഴ്ന്ന ആൾക്കാര് അതും വേണമെങ്കിൽ ചെയ്യും. സത്യങ്ങൾ തിരിച്ചറിയാതെ അപവാദം പറയരുത്. ഇനി എന്ത് സത്യമാ മനസ്സിലാക്കേണ്ടത്? നിന്റെ അനുജത്തിക്ക് ബ്രഹ്മാണ്ഡ ജാതകം ഉള്ളത് ഇന്ദ്രഭവനം പോലെയുള്ളൊരു വീട്ടില് മരുമകളായി എന്നൊക്കെ നീ കുറെ പറഞ്ഞതല്ലേ? അവന് ഏത് വീട്ടിലെ ഞാൻ ഒരാളുടെയും മരുമകളായിട്ടില്ല. എന്താണെന്നാ, എന്റെ കല്യാണം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ആവനി, ഇനിയൊരു അക്ഷരം മിണ്ടിയ ഞാൻ ചത്തുകളയും. എന്റെ ബന്ധുക്കളും പുറത്തുള്ളവരും എല്ലാം ഒന്നാ. ഞാൻ ന്യായമുള്ളതേ സംസാരിക്കൂ, ന്യായമുള്ള തീരുമാനങ്ങളെ എടുക്കൂ. നിനക്ക് ഈ ക്ഷണം തൊട്ട് ഈ വീട്ടിൽ താമസിക്കാൻ അധികാരമില്ല. ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോ. ഇനി ഒരിക്കൽ പോലും എന്റെ കൺമുമ്പിൽ കാണരുത്. പുറത്ത് പോവാൻ. എന്റെ അനിയത്തി ഇവിടുന്ന് പുറത്തു പോകണമെങ്കിൽ ശ്രീകരം വരണം. എന്തിനാവും വരുന്നേ? തീരുമാനം എടുക്കുന്നത് അവനാണോ? അവനാണോ കാരണവര്? ഇത് ഞാൻ വിധിച്ചതാ. ഇതാണ് എന്റെ കൽപ്പന. എന്റെ വാക്ക് ധിക്കരിച്ച കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളേണ്ടി വരും ഞങ്ങൾക്ക്. നിങ്ങൾ കഴുത്തിന് പിടിച്ച് തള്ളേണ്ട അവസ്ഥയൊന്നും ഇതുവരെ ഞങ്ങൾക്കില്ല. അത്രയ്ക്ക് നാണവും വില ഇല്ലാത്തവരല്ല ഞങ്ങള്. എന്നാ ഇനി വൈകുന്ന എന്തിനാ? കാവ്യ, പോയി അവനിയുടെ ബാഗ് കൊണ്ടുവാ. ഇത്രയും ദിവസം നിങ്ങളുടെ കൺമുന്നില് ഒരു നല്ല കുട്ടിയായിട്ട് നടന്ന പെൺകുട്ടി, കുടുംബത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്ത പെൺകുട്ടി, ഇന്ന് നിങ്ങളുടെ കണ്ണില് ഒരു തെറ്റുകാരിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം. ചില മറുപടികളൊക്കെ കാലം നിങ്ങൾക്ക് തരുന്നത് വരെ കാത്തിരിക്കേണ്ടി വരും. മനസ്സിലാക്കിയാ മതി. ഇനി നമ്മൾ ഗ്യാപ്പ് കൊടുത്തു കഴിഞ്ഞാ ഇവിടെ കടലാകും. കണ്ണീര് കണ്ട് കൺസിഡർ ചെയ്യരുത്. കനിവ് കൊടുക്കരുത് അമ്മേ. ഇറങ്ങിപ്പോ. ഹേയ്, എന്റെ അനിയത്തിയുടെ മേൽ
ഈ വീട്ടിലുള്ള ആരുടെയെങ്കിലും ഒരാളുടെ കൈ തൊട്ട് കഴിഞ്ഞാ അരിഞ്ഞു തള്ളു ഞാൻ, അരിഞ്ഞു തള്ളു ഞാൻ, അരിഞ്ഞു തള്ളു ഞാൻ, അരിഞ്ഞു തള്ളു ഞാൻ. അഭിമാനമാണെങ്കിലും ആത്മാഭിമാനമാണെങ്കിലും നിനക്കത് വലിയ കാര്യമല്ലേ മോളെ? ഇനിയൊരു നിമിഷം പോലും ഈ വീട്ടിലുണ്ടാവരുത്. ഇറങ്ങിക്കൊള്ളണം. പോകാതെ പിന്നെ നിന്റെ വീടിന്റെ മുന്നിൽ ടെന്റ് അടിച്ച് താമസിക്കുമെന്ന് കരുതിയോ നീ? ഞങ്ങളുടെ അച്ഛനമ്മമാര് മരണപ്പെട്ടപ്പോഴേ നിങ്ങൾ മരണപ്പെട്ടതാ. ഈ കുടുംബമായിട്ട് ഞങ്ങൾക്ക് എന്താ ബന്ധം? വാടി. ഞാൻ വരില്ല ചേച്ചി, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. നീ ഇങ്ങനെ കാല് പിടിച്ചും കണ്ണു നിറച്ചും ഇവിടെ തന്നെ നിന്ന് കഴിഞ്ഞാ ഒരിക്കലും നിന്റെ വില ഇവര് മനസ്സിലാക്കില്ല. നിന്റെ വില മനസ്സിലാക്കി വീട്ടിൽ വന്ന് അവര് നിന്നെ വിളിക്കുന്ന ദിവസം നമുക്ക് ആലോചിക്കാം. അങ്ങനെ ഒരു ദിവസം ഉണ്ടാവുമെന്ന് നിങ്ങൾ സ്വപ്നം കാണണ്ട. അത് വരും ലാവണ്യ, നീ നോക്കിക്കോ. വാ ചേച്ചി. ഞങ്ങളോട് ചോദിച്ച ചോദ്യങ്ങള് നിങ്ങളുടെ മകൻ വന്നതിന് ശേഷം അവനോടും കൂടി നിങ്ങൾ ചോദിക്കണം. എന്താ പറയുന്നതെന്ന് നോക്കാം. ഞങ്ങളെല്ലാവരും ദൈവത്തെ പോലെ കാണുന്ന നിങ്ങളെ രണ്ടുപേരെയും അവർക്ക് എങ്ങനെ പറ്റിക്കണമെന്നൊക്കെ തോന്നിയത്?